എൻ്റെ പേര് നാദ്ര. ഞാനൊരു ക്രാഫ്റ്ററാണ്. അതിനുപരി ഞാനൊരു ഹൗസ് വൈഫ് കൂടിയാണ്. എനിക്കൊരു 3 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അപ്പം മോള് ജനിച്ച ഒരു 1 ഇയറിനുള്ളിലാണ് ഞാൻ ഈ ക്രാഫ്റ്റ് വർക്ക് തുടങ്ങുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ക്രാഫ്റ്റ് വർക്ക് തുടങ്ങി വെച്ചതും. പക്ഷെ ആദ്യമേ ഒന്നും ഈ ക്രാഫ്റ്റ് വർക്കും കൊണ്ട് എനിക്ക് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. പിന്നീട് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ അങ്ങനെയുള്ള വാട്സപ്പ് അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ എടുത്തൊക്കെയാണ് ഞാൻ ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊരു വരുമാനം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആദ്യം ഞാൻ ചെയ്തതെന്താ വെച്ചാൽ ഈ കുഞ്ഞു കുട്ടിയുടെ ഹെയർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് അതിൽ നിന്നും വലിയ മെച്ചമൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയി പോയായിരുന്നു. പിന്നെ ഹസ്ബൻഡാണ് കൂടുതൽ സപ്പോർട്ട് തന്നിട്ട് മുന്നോട്ട് എന്നെ കൊണ്ടുവന്നത്. ഞാൻ പിന്നെ റീസെയിലിങ് തുടങ്ങി. അതായത് നമ്മുടെ ക്ലോത്ത്, പിന്നെ ഓർണമെന്റ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റീസെയിലിങ് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ ഒരു ദിവസം ഒരു ഫ്രെയിം ഞാൻ പുറത്ത് ചെയ്യിപ്പിച്ചു. പിന്നീട് അതിനെപ്പറ്റി ഞാൻ യൂട്യൂബിലും മറ്റും കണ്ട് സ്വയം അതിൽ നിന്ന് യൂട്യൂബിൽ നിന്നും നോക്കി പഠിച്ചാണ്. ഇതിന്റെ ഫ്രെയിമുകൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബി ടീച്ചേഴ്സ് ബെർത്ത് ഫ്രെയിം എന്ന് പറയും. അതായത് ഇതേ മോഡല് ഫ്രെയിമാണ്. ഇതിനകത്തെന്ന് പറയുന്നത് നമ്മുടെ ബേബിയുടെ എല്ലാ ഡീറ്റെയിൽസും വരും. അവരുടെ ബർത്ത് ഡേറ്റ്, ടൈം അങ്ങനെയുള്ള ഫ്രെയിമുകളും. അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെഡിങ് റീക്രിയേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് കാർട്ടൂൺ ഫ്രെയിം ചെയ്യുന്നു. അതായത് നമ്മുടെ ഫേസ് വെച്ചിട്ട് ഒരു കാർട്ടൂൺ മോഡൽ ചെയ്യും. അതായത് ഇതിപ്പോ എന്റെ ഫാമിലി ഫോട്ടോയാണ്. ഇതിനകത്തുള്ള മെമ്പേഴ്സ് എല്ലാം പലതാണോ, അതായത് സിംഗിൾ ഫോട്ടോസ് വെച്ചിട്ട് ഒരുമിച്ച് ആക്കി ഒരു ഫ്രെയിമിലാക്കി ആക്കിയേക്കുവാണ്. തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, ഇതുകൊണ്ട് എന്തോ ആവാനാ, ഇതിൽ നിന്നൊക്കെ വലിയ വരുമാനം ഒന്നും കിട്ടത്തില്ല, നീ വല്ല ജോലിക്കും പോ എന്നൊക്കെ. പക്ഷെ ഞാൻ അപ്പോഴും എനിക്ക് കൂടുതൽ സപ്പോർട്ടായി നിന്ന എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മ, അനിയൻ, അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇത് താന്നു പോയ സമയത്തും എന്നെ ഇതിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. എനിക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എനിക്ക് ഈ ഫാമിലിയിൽ നിന്നുമാണ് കിട്ടി. ഞാൻ ഇതും കൊണ്ട് മുന്നോട്ട് പോകുന്നത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ പഠിക്കുന്ന ഒരു കുട്ടിക്കായാലും ഹൗസ് വൈഫുകൾക്കായാലും നമുക്ക് ഇതൊരു സൈഡ് പാർട്ടായിട്ട്, അതൊരു സൈഡ് ബിസിനസ് ആയിട്ട് ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. അവർക്ക് ചെറിയൊരു രീതിയിലായാലും ഒരു വരുമാനം സ്വയം ഉണ്ടാക്കാവുന്നതാണ്. ഇതിൽ നിന്നും ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിലൂടെയാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത്. അതായത് ഓരോ ഫ്രെയിമിനും, ഓരോ സൈസ് ഫ്രെയിമിനും ഓരോ റേറ്റ് ആണ്. അപ്പൊ നമുക്ക് അതിന് തിരിച്ച് നല്ലൊരു പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അതായത് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്ത് തുടങ്ങാന്നുള്ളത് ഹൗസ് വൈഫുകൾക്കാണ്. അതായത് വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഇത് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഏർണിങ്സ് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഇത് ഒരു 3 വർഷമായിട്ട് കൂട്ടി വെച്ചിട്ട് എനിക്കൊരു വണ്ടി എടുക്കാൻ സാധിച്ചു. അതെനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു മുതൽ മുടക്കാണ്. പുതിയതായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഫോട്ടോ ഫ്രെയിം ആയാലും ഹാമ്പർ വർക്ക് ആയാലും ചെറിയ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തുടങ്ങാവുന്ന ഒന്നാണിത്. ക്രാഫ്റ്റ് വർക്കിൽ കൂടി ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം എനിക്ക് അതിൽ നിന്ന് ഒരുപാട് രീതിയിൽ പല സന്ദർഭങ്ങളിലും പലയിടങ്ങളിലും ഒരു ഉയർച്ച തന്നെ ഉണ്ടായിട്ടുണ്ട്. വിജയം ഒന്നിന്റെ തുടക്കമോ പരാജയം ഒന്നിന്റെ അവസാനമോ അല്ല. വലിയ സ്വപ്നങ്ങൾ കാണുക, അതിനായി കഠിനാധ്വാനം ചെയ്യുക എന്ന് APJ അബ്ദുൽ കലാം സർ നമ്മെ പഠിപ്പിച്ചു. ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെറിയ ശ്രമങ്ങളാണ് നാളെയുടെ വലിയ വിജയങ്ങളായി മാറുന്നത്. ക്യാമറമാൻ കൈലാസിനോടൊപ്പം അലീന സുധാകരൻ, അശ്വമേധ ന്യൂസ്.